പല കുട്ടികളും പല റിജക്ഷൻസ് കിട്ടിയിട്ടാണ് എഡ്യൂഫ്ലെയറിലേക്ക് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇന്റർവ്യൂകളിലൊക്കെ അവർ റിജക്റ്റഡ് ആവുന്നതിന്റെ റീസൺ എന്തായിരിക്കും? അപ്പോൾ എങ്ങനെയാണ് ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികളെ ബിൽഡ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, എഡ്യൂഫ്ലെയറിൽ ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിംഗ് ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെ സർവീസസ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കുക? ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിന്റെ 1 ഇയർ വാലിഡിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ അനൗൺസ്മെന്റ്. ജർമ്മനി എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്ന രാജ്യത്തേക്കുള്ള യാത്രയിൽ ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരാളാണോ നിങ്ങൾ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനവധി സംശയങ്ങളുണ്ട്, പല കാര്യങ്ങളുടെ ക്ലാരിറ്റി ആവശ്യമുണ്ട്. അപ്പോൾ ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിംഗ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ സംശയങ്ങൾക്കുമുള്ള ക്ലാരിറ്റിയാണ് ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിൽ എന്നോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായിട്ടുള്ളത് എഡ്യൂഫ്ലെയറിന്റെ പ്രിയങ്കരനായിട്ടുള്ള ചെയർമാൻ ആയിട്ടുള്ള അഡ്വക്കേറ്റ് KM റോയ് സാറാണ്. സാർ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു അജിത്. സാർ മുന്നേ പറയുകയുണ്ടായി, എഡ്യൂഫ്ലെയറിൽ പഠിച്ച് പാസ്സാകുന്ന വിദ്യാർത്ഥികളെ മാത്രമല്ല മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പാസ്സായി വരുന്ന വിദ്യാർത്ഥികളുടെയും പ്രോസസ്സിംഗ് എഡ്യൂഫ്ലെയറിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവർ എന്തൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു പോകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത്? മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സായി എഡ്യൂഫ്ലെയറിലേക്ക് പ്രോസസ്സിങ്ങിന് ഫയൽ നൽകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരികയാണെങ്കിൽ ആദ്യം അവർക്ക് ഒരു ലാംഗ്വേജ് അസസ്മെൻറ്റ് എഡ്യൂഫ്ലെയർ നടത്തുന്നുണ്ട്. പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യം, ജർമ്മൻ ലാംഗ്വേജ് 4 മൊഡ്യൂൾ പാസ്സായ വിദ്യാർത്ഥികൾക്ക് പോലും ജർമ്മൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലില്ല എന്നുള്ളത് കണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു ലാംഗ്വേജ് അസസ്മെൻറ്റ് എഡ്യൂഫ്ലെയർ നടത്തും. അതിൽ പാസ്സാവുന്ന വിദ്യാർത്ഥികളാണ് എഡ്യൂഫ്ലെയർ പ്രോസസ്സിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. രണ്ടാമത്, അപ്പോൾ ലാംഗ്വേജ് അസസ്മെൻറ്റിൽ കഴിവില്ലെങ്കിലും അവരെ പഠിപ്പിച്ചാൽ, അവർക്ക് പ്രിപ്പറേഷൻ കൊടുത്താൽ അവർ ഡെവലപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികളെയും എഡ്യൂഫ്ലെയർ സെലക്ട് ചെയ്യും. തീരെ ലാംഗ്വേജ് സ്കില്ലില്ലാത്ത വിദ്യാർത്ഥികളെ റിജക്റ്റ് ചെയ്യുകയാണ് പതിവ്. അത്തരത്തിൽ ലാംഗ്വേജ് അസസ്മെൻറ്റ് പാസ്സായി എഡ്യൂഫ്ലെയറിൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഓൺബോർഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് എഡ്യൂഫ്ലെയർ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സുകളാണ് നൽകുന്നത്. അതായത് പല ഘട്ടത്തിലുള്ള ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തിട്ടാണ് വിദ്യാർത്ഥികൾ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് സെലക്റ്റഡ് ആവുന്നത്. അത് റിക്രൂട്ടർ ലെവലിലുള്ള ഇൻ്റർവ്യൂ ഉണ്ട്, എംപ്ലോയർ ലെവലിലുള്ള ഇൻ്റർവ്യൂ ഉണ്ട്, പലപ്പോഴും അവർ പഠിക്കുന്ന സ്ഥാപനത്തിലെ ഷൂലയിലെ ഇൻ്റർവ്യൂ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഇൻ്റർവ്യൂ ഒക്കെ അവർക്ക് ക്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിന് ആവശ്യമായിട്ടുള്ള പ്രിപ്പറേഷൻ പല റൗണ്ട് എഡ്യൂഫ്ലെയറിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട്. എംപ്ലോയേഴ്സ് എന്തൊക്കെയാണ് ചോദിക്കുന്നത്, റിക്രൂട്ടേഴ്സ് എന്തൊക്കെയാണ് ചോദിക്കുന്നത്, അതിനെങ്ങനെ ഉത്തരം പറയണം, ആ ചോദ്യത്തിനും ഉത്തരത്തിലും ഇവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് കോൺഫിഡൻസോടുകൂടി ഉത്തരം പറയേണ്ടത്, എനർജി ലെവൽ എങ്ങനെയായിരിക്കണം, ഇവരെങ്ങനെയാണ് ഒരു സൂമിലോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലോ എങ്ങനെയാണ് എംപ്ലോയറോട് ഫേസ് ടു ഫേസ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് അവരുടെ ടെക്നോളജി അല്ലെങ്കിൽ അവരുടെ ക്യാമറയും അവരുടെ ഫോണും ഇതൊക്കെ എങ്ങനെയായിരിക്കണം മികച്ചതായിരിക്കേണ്ടത്, അവർ സംസാരിക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കണം, അവരുടെ ഡ്രസ്സിങ് പാറ്റേൺ എങ്ങനെയായിരിക്കണം, അവർ ഇരിക്കേണ്ടത് എങ്ങനെയാണ്. ഇങ്ങനെ ഒട്ടനവധി പ്രിപ്പറേഷനുകൾ നടത്തിയിട്ടാണ് ഒരു വിദ്യാർത്ഥിയെ എംപ്ലോയറുടെയും റിക്രൂട്ടറുടെയും ഇൻ്റർവ്യൂവിലേക്ക് എഡ്യൂഫ്ലെയർ വിടുന്നത്. അപ്രകാരമുള്ള ഇൻ്റർവ്യൂവിൽ വിദ്യാർത്ഥികളെ ക്രാക്ക് ചെയ്യുന്നവരെ അടുത്ത ഘട്ടത്തിലേക്ക് കടത്തിവിടും. ക്രാക്ക് ചെയ്യാത്തവർക്ക് വീണ്ടും ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ നൽകി മറ്റൊരു എംപ്ലോയറിലേക്കോ റിക്രൂട്ടറിലേക്കോ അവരെ വീണ്ടും ഹാജരാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ക്രാക്ക് ചെയ്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് അവരുടെ വിസ സബ്മിറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. അതിനു മുമ്പേ ആയി ജർമ്മനിയിൽ നിന്ന് അവർക്ക് ഓഫർ ലെറ്ററും അതിനോടനുബന്ധമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളും ലഭിക്കേണ്ടതുണ്ട്. ആ ഡോക്യുമെൻറ്റുകളിൽ അവരുടെ അക്കോമഡേഷനും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുണ്ടാവും. അവരുടെ സ്റ്റൈപ്പൻഡ് എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുള്ള ഓഫർ ലെറ്റർ അവർക്ക് ലഭിക്കും. അതോടൊപ്പം മറ്റു ഡോക്യുമെന്റുകളൊക്കെ തയ്യാറാക്കിയിട്ടാണ് വിദ്യാർത്ഥികളെ അവരുടെ CSP പോർട്ടലിലേക്ക് അവരുടെ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതെല്ലാം വളരെ കൃത്യമായും കണിശമായും ചെയ്താൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് വിസ ലഭിക്കുകയുള്ളൂ. പലപ്പോഴും ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഏജ് കൂടുതലുണ്ടെന്ന് വിചാരിക്കുക, അതായത് ഗ്യാപ്പ് ഉള്ള ഒരു വിദ്യാർത്ഥി +2 കഴിഞ്ഞ് 25-ാമത്തെ വയസ്സിലാണ് ഹൗസ് ബിൽഡിങ്ങിന്റെ വിസ പ്രോസസ്സിലേക്ക് പോകുന്നതെങ്കിൽ തീർച്ചയായും ഒരു ചോദ്യമാണ് ഇവരുടെ ഗ്യാപ്പ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ആ ഗ്യാപ്പിനെ അടയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ അവരുടെ ഫോമുകളിൽ തയ്യാറാക്കിയാൽ മാത്രമേ നമുക്ക് അവരെ അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്ത് വിദ്യാർത്ഥികൾക്ക് CSP പോർട്ടലിലൂടെ കടത്തിവിട്ട് പിന്നീട് VSFലൂടെ പോയി അവർക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ജർമ്മനിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എഡ്യൂഫ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ സക്സസ്ഫുള്ളി ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതുകൊണ്ടാണ് 100% വിസ സക്സസ് റേറ്റ് ഇവിടെയുള്ളത്. ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയൊരു ആശങ്കയാണ് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റിന്റെ 1 ഇയർ വാലിഡിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ അനൗൺസ്മെന്റ്. അതിനെ സംബന്ധിച്ച് ഒരു പ്രോപ്പർ ആയിട്ടൊരു ക്ലാരിറ്റി ഒന്ന് തരാമോ സാർ? നമ്മൾ ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിങ്ങിന്റെ വെബിനാറുകൾ നടത്തുമ്പോൾ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. 1 ഇയർ വാലിഡിറ്റി ഉണ്ടല്ലോ, എങ്ങനെയാണ് മറികടക്കാൻ കഴിയുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ച് ഗോയിത്തെ എക്സാം എഴുതുന്ന സമയത്ത് ഫസ്റ്റ് എക്സാമിന്റെ ഡേറ്റ് മുതൽ അവർ രേഖപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും വിദ്യാർത്ഥികൾ 2, 3, 4 അറ്റംപ്റ്റ് ഒക്കെ കഴിഞ്ഞ് പാസ്സായി വരുമ്പോൾ 1 ഇയർ കഴിഞ്ഞു പോവാറുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ പോകാൻ
സാധിക്കുമോ എന്നുള്ളതാണ് ഇന്ന് പ്രധാനമായുള്ള ഒരാശങ്കയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. ഇത് തീർച്ചയായും ഇന്ന് നിലവിലുള്ളൊരു കാര്യമാണ്. നമ്മൾ CSP പോർട്ടലിൽ നമ്മുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജർമ്മൻ ലാംഗ്വേജ് പാസ്സായിട്ട് എത്ര സമയമായി എന്നുള്ളത്. ഇത് പ്രൈമറി ഘട്ടത്തിൽ വിദ്യാർത്ഥികളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ക്വാളിറ്റിയുള്ള ആളുകളെ മാത്രം നിലനിർത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിഷ്കാരമാണിത്. ഇത് തീർച്ചയായും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യവുമാണ്, റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയവുമാണ്. പക്ഷേ എഡ്യൂഫ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ഇത് മറികടക്കാനുള്ള സംവിധാനം എഡ്യൂഫ്ലെയറിലുണ്ട്. സംവിധാനം എന്ന് പറയുന്നത് തെറ്റായ മാർഗങ്ങളൊന്നും തന്നെയല്ല. അവരുടെ ആപ്ലിക്കേഷൻ ഫോമുകളിലും അവരുടെ ഡോക്യുമെന്റുകളിലും അവർ 1 ഇയറിൽ കൂടുതൽ ആയതിനെ വാലിഡേറ്റ് ചെയ്യുന്ന, അല്ലെ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന റീസണുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഫലപ്രദമായി എഡ്യൂഫ്ലെയറിൽ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് 1 ഇയർ വാലിഡിറ്റി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും എഡ്യൂഫ്ലെയറിൽ നിന്ന് വിസ കിട്ടി ജർമ്മനിയിൽ പോകാൻ വേണ്ടി സാധിക്കുന്നത്. എഡ്യൂഫ്ലെയറിൽ ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിംഗ് ചെയ്യുന്ന ആളുകൾക്ക് എന്തൊക്കെ സർവീസസ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കുക? എഡ്യൂഫ്ലെയറിൽ പ്രോസസ്സിങ്ങിന് വേണ്ടി ഫയൽ തരുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആദ്യമായി അവരുടെ ലാംഗ്വേജ് അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് എഡ്യൂഫ്ലെയർ നടത്തുന്നുണ്ട്. ആ വിദ്യാർത്ഥിയുടെ ലാംഗ്വേജിന്റെ മികവ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം ഓൺബോർഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സുകൾ നമ്മൾ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അതായത് അവർക്ക് എംപ്ലോയറുടെയും റിക്രൂട്ടറുടെയും ഒക്കെ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ് പല റൗണ്ടിലും ഫ്രീ ആയിട്ട് നമ്മൾ നൽകുന്നുണ്ട്. അതിൽ ക്രാക്ക് ആവുന്ന വിദ്യാർത്ഥികൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അതിൽ ക്രാക്ക് ആകാത്ത ആളുകൾക്ക് എംപ്ലോയറെ മാറ്റി നൽകുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റി എഡ്യൂഫ്ലെയറിലുണ്ട്. എഡ്യൂഫ്ലെയറിന്റെ എംപ്ലോയർ ലിസ്റ്റിൽ നിന്നും ഒരു എംപ്ലോയർ ഒരു വിദ്യാർത്ഥിയെ സെലക്ട് ചെയ്തില്ലെങ്കിൽ അടുത്ത എംപ്ലോയറിലേക്ക് ഇങ്ങനെ എംപ്ലോയർ പൂളിലുള്ള ഒട്ടനവധി എംപ്ലോയറിലേക്ക് വിദ്യാർത്ഥികളെ കടത്തിവിടാനായിട്ട് എഡ്യൂഫ്ലെയറിന് സാധിക്കും. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഏറ്റവും സൂക്ഷ്മതയോടുകൂടി തയ്യാറാക്കേണ്ട എറർ ഫ്രീ ഡോക്യുമെന്റേഷൻ ആണ്. അതായത് വിദ്യാർത്ഥികൾക്ക് വിസ കിട്ടുന്നതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് അവരുടെ ഫയലുകൾ കൃത്യമായും ശരിയുമായി തയ്യാറാക്കുക എന്നുള്ളതാണ്. എഡ്യൂഫ്ലെയറിന്റെ ഏറ്റവും ശക്തമായ ഒരു മേഖല അതാണ്. വിദ്യാർത്ഥികൾക്ക് എറർ ഫ്രീ ആയിട്ട് അവരുടെ വിസ പ്രോസസ്സിങ്ങിനുള്ള ഡോക്യുമെന്റുകൾ തയ്യാറാക്കാൻ എഡ്യൂഫ്ലെയറിന് സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് CSPയിലെ പ്രീ അപ്രൂവലിന് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ VFSല് അവർക്ക് വിസ സ്ലോട്ട് എടുക്കുന്നുണ്ട്. അതായത് വിദ്യാർത്ഥി ഫയലുമായി VFS പോകുന്നത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പ്രോസസ്സിങ്ങിന്റെ കാര്യങ്ങളും എഡ്യൂഫ്ലെയർ അവർക്ക് ചെയ്തു നൽകുന്നുണ്ട്. അവരുടെ ഫയൽ സക്സസ് ആവുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എറർ ഫ്രീ ഡോക്യുമെന്റേഷൻ എഡ്യൂഫ്ലെയർ ചെയ്യുന്നുണ്ട്. അവര് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ് എഡ്യൂഫ്ലെയർ നൽകുന്നുണ്ട്. ഏതെങ്കിലും ഒരു എംപ്ലോയർ വിദ്യാർത്ഥിയെ സെലക്ട് ചെയ്തില്ലെങ്കിൽ എഡ്യൂഫ്ലെയറിന്റെ എംപ്ലോയർ പൂളിലുള്ള മറ്റ് എംപ്ലോയറിലേക്ക് അവരുടെ ഫയൽ കൊടുത്തുകൊണ്ട് ആ പർട്ടിക്കുലർ ഇൻടേക്കിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫ്ലൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഡ്യൂഫ്ലെയറിൽ നിന്ന് ഏറ്റവും ക്വാളിറ്റിയോടുകൂടി ചെയ്തു നൽകുന്നുണ്ട്. ലാംഗ്വേജ് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് സാർ സംസാരിച്ചല്ലോ. ഇത് എത്രത്തോളം റെലവന്റ് ആണ് ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിംഗ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്? ലാംഗ്വേജ് അസസ്മെന്റ് എന്നുള്ളത് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. ജർമ്മനിയിലേക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോകേണ്ട ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും വേണ്ടത് അവരുടെ ലാംഗ്വേജ് സ്കില്ലാണ്. അതായത് ജർമ്മൻ ലാംഗ്വേജിൽ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവാണ് അവർക്ക് വേണ്ടത്. അത് അവരുടെ എംപ്ലോയർ റൗണ്ടിലായിക്കോട്ടെ, റിക്രൂട്ടർ റൗണ്ടിലായിക്കോട്ടെ, ഇന്റർവ്യൂവിൽ അവർക്കത് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കണം. പലപ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ലാംഗ്വേജ് സ്കില്ല് ഉള്ളതായി കാണുന്നില്ല. ജർമ്മൻ ലാംഗ്വേജ് B2 4 മൊഡ്യൂളും പാസ്സായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 3 മൊഡ്യൂളും പാസ്സായിട്ട് ഉണ്ടാവാം. ജർമ്മൻ ലാംഗ്വേജിൽ കോൺഫിഡൻസോടുകൂടി സംസാരിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. എഡ്യൂഫ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം എഡ്യൂഫ്ലെയറിന്റെ ക്വാളിറ്റിയാണ് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള എംപ്ലോയേഴ്സും റിക്രൂട്ടേഴ്സും എഡ്യൂഫ്ലെയറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. ക്വാളിറ്റി ഇല്ലാത്ത വിദ്യാർത്ഥികളെ എഡ്യൂഫ്ലെയറിന്റെ പ്രോസസ്സിൽ കൂടി കടത്തിവിടാൻ വേണ്ടി എഡ്യൂഫ്ലെയറിന് സാധിക്കില്ല. അപ്പം ഔട്ട് കാൻഡിഡേറ്റ് ആയിട്ട് വരുന്ന എഡ്യൂഫ്ലെയറിൽ പ്രോസസ്സിങ്ങിന് ഫയൽ തരുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ആദ്യ ഘട്ടം എന്ന നിലയ്ക്ക് ഒരു ലാംഗ്വേജ് അസസ്മെന്റിൽ കൂടി എഡ്യൂഫ്ലെയർ കടത്തിവിടും. അതായത് ഇവിടെ പ്രോസസ്സിംഗ് ഫയൽ തരുന്ന വിദ്യാർത്ഥിയുടെ ലാംഗ്വേജ് ലെവൽ എത്രയുണ്ടെന്ന് പരിശോധിക്കുന്നതാണ് ഈ ഘട്ടം എന്ന് പറയുന്നത്. അത് എഡ്യൂഫ്ലെയറിലെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു അധ്യാപകർ ഈ വിദ്യാർത്ഥിയോട് ഓൺലൈനിൽ അവരുടെ ലാംഗ്വേജ് കപ്പാസിറ്റിയെ പറ്റി ജർമ്മൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നതാണ് ഈ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇത് ഫ്രീ ഓഫ് സർവീസ് ആണ്. യാതൊരുവിധ ചാർജും വിദ്യാർത്ഥികൾക്ക് ഇതിന് നൽകേണ്ടതായിട്ടില്ല. അപ്പം എന്നെ കേൾക്കുന്ന ജർമ്മൻ ലാംഗ്വേജ് പാസ്സായി ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിന് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ എഡ്യൂഫ്ലെയറിന്റെ ലാംഗ്വേജ് അസസ്മെന്റിൽ പങ്കെടുക്കൂ എന്നുള്ളതാണ്. ഇതിന് നിങ്ങൾക്ക് യാതൊരുവിധ ഫീസ് നൽകേണ്ടതില്ല. നിങ്ങളുടെ ലാംഗ്വേജ് ലെവൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ള സാഹചര്യം ഇവിടെയുണ്ട്. നിങ്ങൾ എവിടെയാണ് ലാക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങളുടെ അസസ്മെന്റ് നടത്തുന്ന അധ്യാപകൻ നിങ്ങൾക്കൊരു റിപ്പോർട്ടായി നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ മേഖല നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ മതിയാവുന്നതാണ്. അപ്പോൾ ഈ ലാംഗ്വേജ് അസസ്മെന്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, വിദ്യാർത്ഥിയുടെ ലാംഗ്വേജ് അസസ്മെന്റ് നടത്തി നേരിട്ട് ലാംഗ്വേജ് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായി, അപ്പോൾ ലാംഗ്വേജ് അസസ്മെന്റിൽ കേപ്പബിലിറ്റി ഇല്ലെങ്കിലും ട്രെയിൻ ചെയ്താൽ ആ ലെവലിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ എഡ്യൂഫ്ലെയർ കണ്ടുപിടിക്കും. അതായത് എഡ്യൂഫ്ലെയറിൻ്റെ
ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സുകളിൽ കൂടി കടന്നു പോകുമ്പോൾ അവരുടെ ലാംഗ്വേജ് പിക്കപ്പ് ചെയ്യാനും അവർക്ക് ആ ലാംഗ്വേജ് ലെവല് ഉയർത്തിക്കൊണ്ടുവരാനും കഴിയുന്ന ആളുകളെയും എഡ്യൂഫ്ലെയർ തിരഞ്ഞെടുക്കും. ലാംഗ്വേജ് അസസ്മെൻറ്റിൽ തീരെ പെർഫോം ചെയ്യാത്ത വിദ്യാർത്ഥികളെ എഡ്യൂഫ്ലെയർ റിജക്റ്റ് ചെയ്യുകയും അവരോട് അവരുടെ ലാംഗ്വേജ് ലെവൽ വർദ്ധിപ്പിച്ച് വീണ്ടും അപ്പിയർ ചെയ്യാനുമാണ് എഡ്യൂഫ്ലെയർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ലാംഗ്വേജ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് എഡ്യൂഫ്ലെയറിൻ്റെ 100% വിസ സക്സസ് റേറ്റ് ജേണിയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായിട്ടുള്ള ഒരു ടൂളാണ്. ഈ ടൂളിൽ കൂടിയാണ് വിദ്യാർത്ഥികൾ എഡ്യൂഫ്ലെയറിൻ്റെ ഉള്ളിലേക്ക് ഓൺബോർഡായി വരുന്നത്. പല കുട്ടികളും പല റിജക്ഷൻസ് കിട്ടിയിട്ടാണ് എഡ്യൂഫ്ലെയറിലേക്ക് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇന്റർവ്യൂകളിലൊക്കെ അവർ റിജക്റ്റഡ് ആവുന്നതിന്റെ റീസൺ എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം, പല ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സ് ചെയ്യുന്ന ഏജൻസികൾക്കും ഈ കുട്ടികളുടെ മെറിറ്റ് മനസ്സിലാക്കാനോ കുട്ടികളെ ക്വാളിഫൈ ചെയ്യിച്ചുകൊണ്ട് ഇന്റർവ്യൂ പ്രോസസ്സിലേക്ക് കടത്തിവിടാനുള്ള സംവിധാനം ഇല്ലാത്തതാണ് പലപ്പോഴും ഇതിന്റെ കാരണമായി വരുന്നത്. ഒരു ബിസിനസ്സായി ഇതിനെ കാണുമ്പോൾ വരുന്ന എല്ലാ കുട്ടികളെയും എടുക്കുകയും എല്ലാവരെയും എംപ്ലോയറുടെ മുന്നിലേക്ക് അയക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ക്വാളിറ്റി കുറഞ്ഞ വിദ്യാർത്ഥികളുടെ ബാഹുല്യം കൊണ്ട് എംപ്ലോയേഴ്സ് പലപ്പോഴും ഒരു വിദ്യാർത്ഥികളെയും സെലക്ട് ചെയ്യാത്ത സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. പല ഏജൻസിക്കും ഒരു എംപ്ലോയർ മാത്രമായിരിക്കും അവർക്കൊരു പ്രോഗ്രാമിനായിട്ടുള്ളത്. അപ്പോൾ ആ എംപ്ലോയർ ഒരു വിദ്യാർത്ഥിയെ സെലക്ട് ചെയ്തില്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ആൾട്ടർനേറ്റീവായിട്ട് പിന്നെ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി പല കൺസൾട്ടൻസി സ്ഥാപനങ്ങൾക്കും സാധിക്കാത്തത് മൂലമാണ് പലപ്പോഴും കുട്ടികളുടെ ഇന്റർവ്യൂ ആ ഇൻടേക്കിലേക്കുള്ളത് നടത്താൻ കഴിയാതെ റിജക്റ്റഡ് ആയി പോകുന്നത്. പിന്നെ അവരുടെ ഫയലുകൾ തയ്യാറാക്കുന്നതിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒട്ടനവധി കാരണങ്ങളുണ്ട്. പ്രധാനമായും ആവശ്യത്തിനുള്ള എംപ്ലോയർ ഇല്ലാത്തതും ക്വാളിറ്റി കുറഞ്ഞ വിദ്യാർത്ഥികളെ എംപ്ലോയറുടെ മുന്നിലേക്ക് അയക്കുന്നതുമാണ് കുട്ടികളുടെ വിസ നഷ്ടപ്പെടാനായിട്ടുള്ളതും ഇന്ത്യക്ക് നഷ്ടപ്പെടാനായിട്ടുള്ള കാരണങ്ങളായി വരുന്നത്. സാർ, എല്ലാ കാര്യങ്ങളും ഏറ്റവും ക്വാളിറ്റിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എഡ്യൂഫ്ലെയറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഇത്രയും ഹെവിലി ഫോക്കസ് ചെയ്യുന്നത്? ക്വാളിറ്റിയാണ് അൾട്ടിമേറ്റ്ലി വിജയത്തെ നിശ്ചയിക്കുന്നത്. വിജയം നിർണ്ണയിക്കുന്നതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. ജർമ്മനി എന്ന് പറയുന്ന രാജ്യം ക്വാളിറ്റിനെ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അവരുടെ എല്ലാ പ്രോസസ്സുകളും ക്വാളിറ്റിയിൽ അധിഷ്ഠിതമാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, നമ്മൾ ഒരു ജർമ്മൻ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇംപ്ലൈഡ് ആയിട്ട് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കും. അതേസമയത്ത് നമ്മൾ ചൈന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെസ് ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മുടെ മനസ്സിലെ ചിന്ത വരെ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ജർമ്മനി ആ ക്വാളിറ്റി ഡോമിനേഷൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ എല്ലാ പ്രവർത്തനത്തിലും ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ജർമ്മനിയിലേക്ക് വിദ്യാർത്ഥികളെ അയക്കണമെങ്കിലും ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികളെ നമുക്ക് അങ്ങോട്ട് അയക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികളെ ബിൽഡ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നമ്മളുടെ എല്ലാ പ്രോസസ്സും ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികളെ ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മുടെ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ജർമ്മനിയിലേക്കുള്ള പ്രോസസ്സിംഗ് ആണെങ്കിലും എല്ലാം 100% ക്വാളിറ്റിയോടുകൂടി നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവുമ്പോൾ മാത്രമാണ് നമുക്ക് ക്വാളിറ്റിയുള്ള റിസൾട്ടുകൾ ഉണ്ടാകുന്നത്, 100% വിസ സക്സസ് റേറ്റ് ഉണ്ടാകുന്നത്. ഇതെല്ലാം അപ്പം എഡ്യൂഫ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസിനെ മാത്രമേ എഡ്യൂഫ്ലെയറിൽ ഓൺബോർഡ് ചെയ്യുള്ളൂ. ക്വാളിറ്റിയോടുകൂടി അവരെ പഠിപ്പിക്കും, ക്വാളിറ്റിയോടുകൂടി അവരെ പ്രോസസ്സിംഗ് നടത്തും, അവരുടെ സക്സസ് എഡ്യൂഫ്ലെയർ ഉറപ്പാക്കും. ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്ത എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള കൗൺസിലേഴ്സ് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായിട്ടുള്ള മറുപടി നൽകുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങളെ എല്ലാവരെയും ഞാൻ എഡ്യൂഫ്ലെയറിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ എഡ്യൂഫ്ലെയർ ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനും സാധിക്കും. താങ്ക് യു സോ മച്ച്.